ബിഡി മേഘം വന്നതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ നാട്ടിലെ ബിഡിയാണോ നിങ്ങളുടെ നാട്ടിലെ ബിഡി എന്നറിയില്ല. കടലാച്ച്, ഈത്തപ്പഴച്ച്, കേകാച്ച്. ഈ ഒരു സാധനം ഫോട്ടോ എടുക്കും പോലെ ഉണ്ടാവും എന്ന് പറയും. നോക്കാം മതി. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നമുക്ക് പെരുന്നാക്കുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ഇന്ന് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതിന് മുമ്പേ ഓൾറെഡി പടക്കം പൊട്ടിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് പടക്കം പൊട്ടിക്കാം. ബെടി പൊട്ടിക്കാനും ബെടി മേങ്ങാനുമാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പിള്ളറാസല്ല, പിള്ളേർക്ക് ബെടി പൊട്ടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പടക്ക കമ്പനിയിലേക്ക് പോകാം. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. അപ്പോൾ നമ്മൾ പടക്കം വാങ്ങാൻ പോവുകയാണ്. ബെടി മേങ്ങിട്ട് നമുക്ക് രാത്രി ഫുള്ള് ഇന്ന് ബെടി പൊട്ടിക്കുന്ന വീഡിയോസും സംഭവങ്ങളെല്ലാം കാണിക്കാം. പലതരം പടക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്ന ആൾക്കാരല്ലോ ബെടി മേഘം വന്നതാണ് തോന്നുന്നു. എടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ ആകെ 2-3 ആളുണ്ട്. ഇന്ന് എത്ര ആള് കൊച്ചിലെ ഫാക്ടറി എത്ര ഫാക്ടറി ചാക്കിലാക്കി. അപ്പൊ ഗൈസ് നമ്മൾ ബെടി വാങ്ങിന്, കുറെ ബെടി വാങ്ങിന്. ഇതെല്ലാം എങ്ങനെ പല ടൈപ്പിലുള്ള ബെടി ഉണ്ട്. ഇതെല്ലാം എങ്ങനെ പൊട്ടും, എങ്ങനത്തെ സൗണ്ട്, ഇതെല്ലാം നമുക്ക് രാത്രി കാണാം. രാത്രി പൊട്ടിക്കാം. അപ്പൊ രാത്രി കാണാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ബെടിയെല്ലാം വാങ്ങിയിട്ടായി. ബെടി ഞങ്ങളുടെ നാട്ടിലെ ബെടിയാണോ നിങ്ങളുടെ നാട്ടിലെ ബെടി എന്നറിയില്ല. ഞങ്ങളുടെ ബെടിന്ന് പടക്കത്തിനാണ് ബെടി എന്ന് പറയുന്നത്. അപ്പൊ ബെടിയെല്ലാം വാങ്ങിയിട്ടായി. ഇനിയിപ്പോ ബെടി പൊട്ടിക്കുന്ന സീനും സംഭവങ്ങളെല്ലാം രാത്രി കാണിച്ചു തരാം. അങ്ങനത്തെ സംഭവം പലതരം ബെഡികളുണ്ട്. ഓക്കെ, അപ്പോൾ ബെടി പൊട്ടിക്കുന്ന സംഭവം രാത്രി കാണിച്ചു തരാം. ഇനിയിപ്പോൾ പെരുന്നാളിന്റെ വേറെ എന്ത് പറയുന്നത് ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടായി. ഇനിയിപ്പോൾ ഡ്രസ്സിനെ നമ്മൾ കാണിക്കുന്നില്ല. നാളെ തന്നെ പെരുന്നാൾക്ക് തന്നെ കാണാം ഡ്രസ്സ്. പിന്നെ ഇന്ന് കുറച്ച് പെരുന്നാളിന്റെ അപ്പം കാണിക്കാനുണ്ട്. പെരുന്നാളിന്റെ അപ്പം മീൻസ് നിങ്ങൾ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ കടലാച്ച്, ഈത്തപ്പഴച്ച്, കേകാച്ച്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. പൊരി ഉണ്ട്, അങ്ങനത്തെ എല്ലാം. അങ്ങനെ പല ചട്ടിപ്പത്തൽ, അങ്ങനെ കുറെ അപ്പം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് അപ്പേ കാണിക്കുന്നുള്ളൂ. ഉമ്മ 2-3 അപ്പം ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത്. അപ്പൊ ഇനി കുറച്ച് അപ്പങ്ങളെ കാണുന്നുള്ളൂ ഞാൻ കണ്ടത്. ഇനിയിപ്പോ എന്തെല്ലാം ആക്കും അറിയാല, കുറെ അപ്പാക്കാനുണ്ട്. അപ്പൊ ഞാൻ എത്ര അപ്പോ കുറച്ച് അപ്പാക്കുന്നത് കണ്ടാ ഞാൻ അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. ഞാനിപ്പോ ഈ പറഞ്ഞ അപ്പത്തിന്റെ പേരെല്ലാം കേട്ടിട്ട് നിങ്ങൾ കാസർഗോട്ടുകാരല്ലാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എന്തിന് കാസർഗോഡ് എന്ന് പറയുമ്പോൾ കാഞ്ഞങ്ങാടുള്ള ആൾക്കാർക്ക് പോലും ഇത് മനസ്സിലായി, ചില ആൾക്കാർ അറിയുന്നില്ല. ഇപ്പോൾ ചില അപ്പങ്ങളെല്ലാം ഇപ്പൊ നീ പല അപ്പം എല്ലാം കണ്ടത് ഇവിടെ വന്നിട്ടല്ലേ ഈ എന്ത് പറയുന്നേ കടലാച്ച ഈ സംഭവം. അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാർ ചുടുന്ന പോലെ അപ്പങ്ങൾ പല ഐറ്റംസ് ഒന്നും കാഞ്ഞങ്ങാട് യോള നാട്ടിൽ അങ്ങനെ ചുടാറില്ല. ചുടാർ മീൻസ് ഉണ്ടാക്കാറില്ല. അങ്ങനത്തെ സംഭവം മാത്രം ഉണ്ടാക്കല്. അപ്പോ ഈ നാട്ടിൽ അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടില് ഇപ്പൊ ഈ കാണുന്ന നിങ്ങളുടെ നാട്ടില് ഇങ്ങനെ പെരുന്നാൾ ദിവസം എന്തൊക്കെ ഇങ്ങനെ അപ്പങ്ങൾ പല എന്ത് പറയുന്ന പല ഐറ്റംസ് ഉണ്ടാക്കാറില്ലേ? ബിരിയാണി അല്ലാണ്ട് ഇങ്ങനെ പല ഐറ്റംസ് ഉണ്ടാക്കാറില്ല. അങ്ങനെ ഉണ്ടാക്കാറുണ്ടാ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്തെല്ലാണോ ഒന്ന് കമന്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ്. പിന്നെ ഇപ്പൊ കാസർഗോഡ് ഉണ്ടാക്കുന്ന അപ്പം പറഞ്ഞിട്ടില്ലേ, ആ അപ്പങ്ങൾ നിങ്ങളെ നാട്ടിലും ഉണ്ടാക്കുന്നുണ്ട്. അതിനെന്ത് പറയുന്നത് അതും പറയാം.
ഓക്കെ റോക്കറ്റ് വെടി സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ബാബാ ഇങ്ങോട്ടേടെ പറയുന്നുണ്ടാ? യോ മൈ ഗോഡ്. യോ മോ. ഓ ആയി വാ. ഈ ഒരു സാധനം ഫോട്ടോ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള വെടി. ഇത് പൊട്ടുമ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ആര് പൊട്ടിച്ച ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് ഇതെങ്ങനെ പൊട്ടിച്ചിടാം, എന്തുണ്ടാവും. കൊണ്ട ഇപ്പൊ നമ്മൾ കത്തിക്കാൻ പോകുന്നത് ഈ സാധനം നോക്കിയോ. അടുത്തതായി നമ്മൾ മയദുർസ് പൊട്ടിക്കാൻ പോകും. കാണുന്നു വീഡിയോ. മാലപ്പടക്കം. മൂന്ന് ചട്പട്ട് ഒരുമിച്ച് പൊട്ടിക്കുകയാണ് ഈ സാധനം. ഇത് നല്ല പൊട്ടുന്ന കാണാൻ നല്ല രസമുണ്ട്. ഒരുമിച്ച് പൊട്ടിക്കാം.
ഒന്ന് പൊട്ടിക്കുമ്പോൾ ഒരു ത്രില്ലില്ല, അത് കുറേ നേരം പൊട്ടണമെന്ന് തോന്നുന്നു. ഒരു ഐഡിയ ആക്കാം, ഇങ്ങനെ പൊട്ടിക്കാം. അടുത്തോട്ട് എടുത്തോ, സൂപ്പർ എടുത്തോ. ബാക്ക്